പ്രണയം മൂത്താൽ പലപ്പോഴും എന്താ സംഭവിക്കുക? അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പ്രണയം മൂത്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും അവർ അത് കല്യാണം കഴിക്കണം നിർബന്ധിക്കും എന്നുള്ളതാണ്. അത് അവർ വീട്ടുകാരുമായി ആലോചിച്ചിട്ടൊന്നുമല്ല. പലപ്പോഴും ഈ പ്രണയം മൂത്ത് വീട്ടുകാരെ നിർബന്ധിപ്പിച്ച് അതുമല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് കല്യാണം കഴിച്ച് തന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കുന്ന വീട്ടുകാർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർക്കറിയാതിൻ്റെ ഡ്രോബാക്സൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ട് സമ്മതിക്കാത്ത ചില പെൺകുട്ടി ആൺകുട്ടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിർബന്ധപൂർവ്വം കല്യാണം കഴിച്ചു പോകുന്ന അവസ്ഥയുമുണ്ട്. അങ്ങനെ പ്രണയം മൂത്ത് വീട്ടുകാരുമായൊന്നും ആലോചിക്കാതെ പ്രണയിച്ച് അങ്ങനെ പ്രണയം മൂത്ത് വീട്ടുകാരെ നിർബന്ധിപ്പിച്ച് ആ കല്യാണം നടത്തി തന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. ഒന്നൊന്നര വർഷക്കാലം പ്രണയിച്ച് നടന്നതാണ്. എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് നിർബന്ധിച്ച കല്യാണം നടത്തിക്കഴിഞ്ഞു. കല്യാണം കഴിച്ച് ഒരാഴ്ചയാവുമ്പോഴേക്കും പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി. എന്താ സംഭവം? ഇവൻ മുഴുഭ്രാന്തനാണ്. കാരണം ഒന്നും തന്നെ ആലോചിച്ചില്ല. അവളുടെ മാത്രം ഇഷ്ടമേ നടത്തിയിട്ടുള്ളൂ. കാരണം ഇവൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതൊന്നും പ്രണയിക്കുന്ന സമയത്ത് ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രണയിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അവൻ്റെ സന്തോഷകരമായിട്ടുള്ള പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം മാത്രമേ ഇവൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ അവന് മുഖമുണ്ട്, വേറൊരു വശമുണ്ട്. ഇവനിങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിച്ചില്ല. കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവസാനം വീട്ടുകാരോട് കാല് പിടിച്ച് മാപ്പപേക്ഷിച്ച് തിരിച്ച് വരികയും അതൊരു ഡിവോഴ്സിൽ എത്തിപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും കല്യാണത്തിന് മുന്നേ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അത് ഈ കാമുകൻ്റെ ആണെങ്കിലും കാമുകിയുടെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടുകൾ നന്നായി പരിശോധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടും എന്നുള്ളതാണ്. ഇവിടെ പ്രണയിച്ച് നിർബന്ധിപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർ അന്വേഷിക്കില്ല. കാരണം എന്തെങ്കിലും ആവട്ടെ, അവരുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെ സമ്മതിച്ചു കൊടുത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ജീവിതകാലം മുഴുവൻ വ്യതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.